ഒരു വശത്ത് കോടികൾ സമ്പാദിക്കുന്ന CEO, പക്ഷെ അയാൾക്കൊന്നിനും ടൈമില്ല. മറുവശത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഫ്രീലാൻസർ, അയാളുടെ ഇഷ്ടത്തിനാണ് അയാൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ആരാണ് വെൽത്തി എന്ന് വെച്ചാൽ CEO അല്ല. ആൻഡ് ദിസ് ഇസ് വൈ. അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ, ആൻഡ് ദിസ് ചാപ്റ്റർ 7, 8, 9, 10 ഓഫ് സൈക്കോളജി ഓഫ് മണി, which is freedom, man in the car paradox, wealth is what you don't see, save money. ഫ്രീഡം. ഈ ഫ്രീഡം ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷറി കാറ്, വാച്ചസ്, മാൻഷൻസ് ഇതൊന്നുമല്ല ശരിക്കുള്ള ഫ്രീഡം. ശരിക്കുള്ള ഫ്രീഡം എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു കൺട്രോൾ യുവർ ടൈം. അതാണ് ശരിക്കുള്ള ഫ്രീഡം. നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ദ ഫ്രീഡം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന CEO വേഴ്സസ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഫ്രീലാൻസർ. ഇവിടെ CEO ഇതെല്ലാം സമ്പാദിച്ചിട്ട് ഇയാൾക്ക് ഒന്നും സ്പെൻഡ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനുള്ള ടൈമില്ല. വരാസ് ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ട് ഇയാൾക്ക് ഇയാളുടെ ഇഷ്ടത്തിന് ലൈഫ് സ്പെൻഡ് ചെയ്യാനും മണി സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഫ്രീഡം ഉണ്ട്. സോ ഇവിടെ ആരാണ് ഇപ്പോൾ ശരിക്കും വെൽത്തി എന്ന് പറയാൻ പറ്റിയത്? ഓഫ് കോഴ്സ് ദ ഫ്രീലാൻസർ. സോ കൺട്രോളിങ് യുവർ ടൈം is the highest dividend that money pays. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ യു ആർ ജസ്റ്റ് എ പ്രിസണർ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ദ മാൻ ഇൻ ദ കാർ പാരഡോക്സ്, ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ ഒന്ന് ആലോചിക്കേണ്ടതാണ്. സംഭവമാണ്, നമുക്ക് നമ്മുടെ കയ്യിൽ കുറേ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടുകാരെയൊക്കെ കാണിക്കാൻ വേണ്ടി, ഷോ കാണിക്കാൻ വേണ്ടി ലക്ഷറി കാർസൊക്കെ മേടിക്കും. ജസ്റ്റ് അവർക്ക് ആവശ്യമില്ല, പക്ഷെ കാണിക്കാൻ വേണ്ടി കാറുകളൊക്കെ മേടിക്കും. എന്നിട്ട് കാറിൽ കണ്ടടാ ആ ഒരു മനസ്സിലായില്ലേ? പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടുകാരെല്ലാവരും ആ കാറിനെയാണ് നോക്കുന്നത്. നിങ്ങൾ നോക്കണ പോലുമില്ല, നിങ്ങളാരെന്ന് അറിയ പോലുമില്ല. അവർ ആ സമയത്ത് ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, പക്ഷേ ഞാൻ ഈ കാർ എനിക്ക് ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കാർ എൻ്റെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ചിന്തിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ, ആ കാർ ഓടിക്കുന്ന ആളായിരുന്നെങ്കിൽ ഒന്നും ഒരിക്കലും നിങ്ങൾ ഒരു കൺസിഡർ പോലും ചെയ്യണില്ല. അതാണ് സംഭവം. അപ്പം ഈ ഷോ കാണിക്കാൻ വേണ്ടി, നീ എൻ്റെ ഒരു പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയും ആൾക്കാർ ഈ സ്പെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു കടത്തിലേക്കാണ് പോണത് ഈ ഷോ കാണിക്കാൻ വേണ്ടി. ആരവിടെ ശരിക്കും പണ്ടേ ആർക്ക് വേണ്ടിയാണ്? Now, wealth is what you don't see. ശരിക്കുള്ള വെൽത്ത് ഒരിക്കലും നമുക്ക് കാണൂല. ഈ ശരിക്കും വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആവറേജ് ആയിരിക്കും, ആവറേജ് ഡ്രസ്സിങ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കുക പോലുമില്ല അവരെല്ലാം അത്രയും പൈസ ഉണ്ടെന്ന്. ആൻഡ് ശരിക്കുള്ള വെൽത്ത് എന്താണെന്ന് വെച്ചാൽ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫ്രീഡം. ഇതാണ് ശരിക്കുള്ള വെൽത്ത്. ഇനി വേറെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, നാട്ടുകാരൊക്കെ പൈസ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നടക്കുന്നവർ. സത്യം പറഞ്ഞാൽ ശരിക്കും അവരുടെ അത്രയും പൈസ ഒന്നും ഇല്ല, വെറും പട്ടി ഷോ മാത്രമാണ്. സത്യമായിട്ടത് വെറും ഷോ. ഇനി കടത്തിലേക്ക് പോകാനുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേയാണ് നാട്ടുകാരെ പൈസ ഉണ്ടെന്ന് കാണിക്കുക എന്നുള്ളത്. ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ ബ്രോക്ക് ആവാനുള്ള ഏറ്റവും ബെസ്റ്റ് വേയാണ് നാട്ടുകാരെ പൈസ ഉണ്ടെന്ന് കാണിക്കുക, അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. ഒരാവശ്യമില്ല, വെറും പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഇതില്ലേ, ഈ വലിയ മറ്റേ ബ്രാൻഡ്സ് ഒക്കെ, ഈ ഗൂച്ചി, വേഴ്സാച്ചി, പ്രാഡ, അങ്ങനെ പലതും, ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവരെ ശരിക്കുള്ള ടാർഗറ്റ് ഓഡിയൻസ് പൈസ ഉള്ളവരല്ല, പൈസ ഇല്ലാത്തവർ, പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് ഇവരെ ശരിക്കുള്ള ഓഡിയൻസ്, ശരിക്കുള്ള കസ്റ്റമേഴ്സ്. അതവർ മാർക്കറ്റ് ചെയ്യണത് ഈ സെലിബ്രിറ്റീസും ഇവരിലൂടെയൊക്കെയാണ്. അവരൊക്കെ അതിട്ട് നടക്കുമ്പോൾ പൈസ ഉള്ളവരാണ് അങ്ങനെയൊക്കെ ഇട്ട് നടക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിൽ ഇൻജക്റ്റ് ചെയ്യണതാണ്. ശരിക്കും പൈസ ഉള്ളവർ അങ്ങനത്തെ ബ്രാൻഡഡ് ഇങ്ങനെ എടുത്ത് കാണിച്ച ബ്രാൻഡൊന്നും അവരിടാറില്ല. ഇത് വെറും പൈസ നിന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു മെറ്റീരിയൽ മാത്രമാണത്. സേവ് മോർ. ഈ ചാപ്റ്ററിൽ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, വെൽത്ത് ഇസ് നോട്ട് ഏൺ ബൈ ഏണിങ് മോർ ബട്ട് സേവിങ് മോർ. സംഭവം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ഏൺ ചെയ്ത് അത് അതേപോലെ സ്പെൻഡ് ചെയ്യുന്നതിന് സത്യം പറഞ്ഞ കാര്യമൊന്നുമില്ല. നമ്മുടെ സേവിങ്സിലാണ്
നമ്മുടെ വെൽത്ത് ഡിപ്പെൻഡ് ചെയ്യണം. നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ചോയ്സ്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി എല്ലാം നമ്മുടെ സേവിങ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ക്രൈസിസിൻ്റെയൊക്കെ സമയത്ത് ഈ കുറേ പൈസ ഉണ്ടാക്കി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടും കൂടുതൽ ബുദ്ധിമുട്ടില്ലാണ്ട് രക്ഷപ്പെട്ടു പോയത് സേവിങ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ബുക്ക് പ്രകാരം പറയുന്നത്. സോ നമ്മളിപ്പോൾ ഫ്രീഡം എന്താണ്, വെൽത്ത് എന്താണ്, സേവിങ്സ് എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ സമ്പാദിച്ച പൈസയൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും. ഇനി ആൾക്ക് കൊടുക്കണം, അയാൾക്ക് കൊടുക്കണം, ഇവിടെ ചിലവാക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. ബട്ട് ഫ്യൂച്ചർ ഇസ് ഓൾവേസ് എ സർപ്രൈസ്. എപ്പോഴും ഒരു സർപ്രൈസാണ് ഫ്യൂച്ചർ. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ. സോ നമ്മൾ ഈ സമ്പാദിച്ച പൈസയൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ചിലവാക്കേണ്ടി വരും. ബാഡ് ലക്സ് ഉണ്ടാവാം, റിസ്കുകൾ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ പറയാൻ പോകുന്നത്. സോ until then, I'm building something bigger. Stick around. Assalamu alaikum.